മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എ പോയിന്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ സ്ട്രെസ് ഓഫ് 60 Newton per mm square and a compressive stress of 40 Newton per mm square acting on two mutually perpendicular planes. A shear stress of 10 Newton per mm square is also acting on these planes. Determine the principal stress and the maximum shear stress. സോ ടെൻസൈൽ സ്ട്രെസ് സിഗ്മ എക്സ് 60 Newton per mm square എന്ന് തന്നിട്ടുണ്ട്. കംപ്രസീവ് സ്ട്രെസ് സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 40 Newton per mm square. ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു 10 Newton per mm square. ആദ്യം നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെയൊക്കെ ഇക്വേഷൻസ് അറിഞ്ഞാൽ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ്. കോമൺ ആയിട്ട് ഇക്വേഷൻ പറയുന്ന സമയത്ത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് എന്നാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് എന്ന് പറയും. ഞാനിത് രണ്ടായിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ സൈഡിലുള്ളത് എടുക്കുമ്പോൾ പ്ലസ് ആണ്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എന്ന് വെച്ചാൽ ടോ എക്സ് വൈക്കാണ് സ്ക്വയർ. ഇനി ഇതിൽ ടോ എക്സ് വൈ ഷിയർ സ്ട്രെസ് ആണ്. അടുത്ത കംപ്രഷൻ സൈഡ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻസ് നെഗറ്റീവിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡിലാണ് ആ ഒരു പോസിറ്റീവും നെഗറ്റീവും വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, കാരണം എല്ലാ ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 കണ്ടുപിടിക്കുക, അതെനിക്ക് 10 എന്ന് കിട്ടി. സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 കണ്ടുപിടിക്കുക, 50 എന്ന് കിട്ടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കംപ്രസീവ് സ്ട്രെസ്സാണ്. ടെൻഷനും കംപ്രസീവും തന്നിരിക്കുന്നതിന് തന്നെ ഒരു കാരണമുണ്ട്. ടെൻഷൻ സ്ട്രെസ് പോസിറ്റീവായിട്ട് എടുക്കുക, കംപ്രഷൻ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ചെയ്യുമ്പം 60 മൈനസ് 40 ബൈ 2 ആണ് വരുന്നത്. സോ 20 ബൈ 2 നമുക്ക് എത്ര കിട്ടും? അങ്ങനെയാണ് 10 കിട്ടുന്നത്. മൈനസ് 40 ആണ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൈനസ് 40 കാരണം കംപ്രസീവ് ആണ്. അടുത്ത സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2, അടുത്തത് മൈനസ് ആണ് വന്നിരിക്കുന്നത്. 60 മൈനസ് ആണ് ചെയ്യാണ്ട്, 40യും മൈനസ് ആണ്. മൈനസും മൈനസും കൂടെ പ്ലസ് ആയി മാറും ബൈ 2. അപ്പോൾ 60 പ്ലസ് 40 ബൈ 2, 60 പ്ലസ് 40 100 ആണ്. 100 ബൈ 2 ആണ് 15 കിട്ടുന്നത്. സോ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ആ മൈനസ് ഇല്ല എങ്കിൽ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ വാല്യൂസിനെ വെച്ച് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ടി ടെൻഷൻ സൈഡിലുള്ളത് 60.990 Newton per mm square എന്നും കംപ്രഷൻ സൈഡിലുള്ളത് -40.990 Newton per mm square എന്ന് കിട്ടും. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോമാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ആ ഒരു പാർട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ റൂട്ടിനകത്ത് വരുന്ന പാർട്ട്, റൂട്ട് വിത്ത് അതിൻ്റെ അകത്തുള്ള. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് ഇത്രയും പോർഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 50.990 Newton per mm square. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസിലുള്ളതാണ്. മാർക്കും ഇവർ കൊടുത്തിട്ടുണ്ട്. 15 മാർക്സ് ആണ് വരുന്നത്.